മാൽദീവ്സിൻ്റെ പ്രഭാതമാണ്. ഇന്ന് നമ്മൾ വാക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമയം ഏതാണ്ട് 6:45 കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ബാക്കി കാഴ്ചകൾ പോകുന്ന വഴി കാണിക്കാം. ഇതൊരു നല്ല മനോഹരമായ സ്ഥലമാണ്. ഇതിന് പീജിയൻ പാർക്ക് എന്ന് പറയും. പീജിയൻ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ച് പീജിയൻസാണ്. കാണാൻ പിന്നെ ഈ സൈഡ് കടലാണ്. ഇത് മറ്റേ വാട്ടർ ഫൗണ്ടൈനാണ്. ഇടയ്ക്ക് അവർ വാട്ടർ ഇടും, ഡാൻസൊക്കെ കളിക്കാം. പിന്നെ മാൽദീവ്സിൻ്റെ കൊടി പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി ലേറ്റായിപ്പോയി, സൂര്യൻ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി 6:45 സൂര്യൻ വന്നു. പീജിയൻസിനെയൊക്കെ നമുക്കൊന്ന് ഡിസ്റ്റർബ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. കാരണം അവരെല്ലാം അവിടെ പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആൾക്കാർ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. പീജിയൻസൊന്നും പേടിയൊന്നുമില്ല. ഇതാണ് അവിടെ മിലിറ്ററിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതൊരു നല്ല മനോഹരമായ സ്ഥലമാണ്. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. ബോട്ടുകൾ അവിടെ മിലിറ്ററിയുടെ പ്ലേസ്, സോ മെനി തിങ്സ്. ഇപ്പോൾ വഴിയുള്ള കാഴ്ചകൾ ഞാൻ നടക്കുന്നതിനനുസരിച്ച് കാണിക്കാം. സ്കൂളിലൊക്കെ പിള്ളേരെ അയക്കാൻ വേണ്ടി കുറച്ച് വണ്ടികളുണ്ട്, കുറച്ച് ബംഗ്ലാദേശികളുണ്ട്. നടക്കാൻ പോകുന്നവർ കുറച്ചുണ്ട്. എല്ലാവരും നടക്കാൻ പോയി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ബോട്ടുകൾ കേട്ടോ. കോസ്റ്റൽ ഗാർഡ്സിൻ്റെ ബോട്ടൊക്കെ പറയുന്നുണ്ട്. ഇത് മാൽദീവ്സ് പോലീസ് സർവീസിൻ്റെ ഒരു ബിൽഡിംഗ്. 60 year of independence എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കോസ്റ്റൽ ഗാർഡ്സിൻ്റെ മിലിറ്ററി ബോട്ടാണ്. ഇവിടെ കോസ്റ്റൽ ഗാർഡ്സിൻ്റെ സംഭവങ്ങളും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ബോട്ട് വഴിയൊക്കെയാണ് ആൾക്കാർ ഓരോ ഐലൻഡിലേക്ക് പോകും, അവിടെ നിന്ന് തിരിച്ചു വരും. അങ്ങനെയൊക്കെയുള്ള റോഡ് മാർഗങ്ങൾ എന്നെ പോലെ വേറൊരാൾ ഓടുന്നുണ്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഓക്കെ, ബോട്ടുകളാണ് കേട്ടോ. ഓരോരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള എത്തുന്ന ബോട്ടുകളാണ്. ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ബോട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ജെട്ടി കാണാം. ഇത് ജെട്ടി നമ്പർ 6 ആണ്. ഓരോ വിദേശികളും യാത്രക്കാരുമാണ് വഴി മുഴുവൻ. വണ്ടി വന്ന് നിൽക്കുന്നു, ലാൻഡ് ചെയ്യുന്നു. ബോട്ട് എടുക്കുന്നു. ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ചാടി ഇങ്ങോട്ട് കയറണം. ഇവിടെ എല്ലാം കുറച്ച് എൻതൂസിയാസ്റ്റിക്കാണ്. ഇതൊക്കെ നോർമൽ ബോട്ടുകളാണ്. അത് കാണിച്ചത് സ്പീഡ് ബോട്ട്. ഈ സൈഡിൽ മൊത്തം ബിൽഡിങ്സാണ് കേട്ടോ. ഒരു സൈഡിൽ കടൽ. ഒരു ബസ് ടെർമിനലാണ്. ഒരു ബസ് ടെർമിനൽ. അപ്പുറം കാണുന്നത് ഒരു പള്ളിയാണ്. പള്ളി. ഇവിടെ 2 തരം ബസ്സുകളുണ്ട്. നമുക്ക് കുളുമാല എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് പോകാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ ഉപയോഗിക്കാം. എയർപോർട്ടിലേക്ക് പോകാനും ഒക്കെ ഉള്ള ബസ് സർവീസാണ്. നമുക്ക് ബസ്സിൽ കയറി പോകാൻ സാധിക്കും. ഇത് കുറച്ച് ചീപ്പാണ്. ട്രാവൽസ് എല്ലാം ചൈനക്കാർ കൊടുക്കുന്ന ബസ്സാണ്. എല്ലാം ചൈന ബസ്സാണ്. യൂട്ടോൺ എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. കംഫർട്ടബിളാണ്.
മുമ്പ് സൂചിപ്പിച്ച ബ്യൂട്ടിഫുൾ ചർച്ച് മോസ്ക് എന്ന് പറയും. മാൽദീവിയൻസ് കൊടികളൊക്കെ എല്ലായിടത്തും കൊണ്ട് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ SBI ഇന്ത്യ കാണാൻ പറ്റും. SBI ഇന്ത്യ വർക്കേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലേക്ക് പൈസ ഇടാനും ട്രാൻസാക്ഷനും ഒക്കെ നമ്മുടെ സ്വന്തം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കൺട്രി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പൈസ അടയ്ക്കുന്നതിനൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ നടക്കുകയുള്ളൂ. പള്ളി വളരെ മനോഹരമാണ്. ഞാൻ പറഞ്ഞ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫുൾ ബിൽഡിങ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആണ്. ടർഫാണ്, ആൾക്കാരോട് കളിക്കുന്നുണ്ട്. മൊബൈൽ ഭയങ്കര ഷേക്കിംഗ് ആണ് ആക്ച്വലി. ആർട്ടിഫിഷ്യൽ ബീച്ചാണ്, വളരെ മനോഹരമായ ബീച്ച്. ഇവിടെ കുളിക്കാനൊക്കെ സാധിക്കും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. ഈ അപ്പുറം കാണുന്ന വലിയ പാലം ചൈന മാൽദീവ്സ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ വേറൊരു ഐലൻഡിലേക്ക് എയർപോർട്ടിലേക്കും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പാലമാണ്. അത് ഞാൻ ആ പാലത്തിൽ എന്തായാലും കയറുന്നുണ്ട്, അപ്പോൾ കാണിക്കാം. വ്യൂ ആണ് നമ്മൾ പോകുന്ന വഴിയിൽ ചൈന മാൽദീവ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പാലം. കടലിൻ്റെ ഇറങ്കലുകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെയൊക്കെ നമുക്ക് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം കറുത്ത് പോകാൻ ടെൻഷൻ. ഇത് കാണുന്നത് ഒരു നല്ല പാർക്കാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും പറ്റും, നടക്കാനും ഒക്കെ പറ്റിയൊരു നൈസ് ഗ്രീനിഷ് പാർക്കാണ്. ഇവിടെ മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്. ദിരാഗു എന്ന് പറഞ്ഞ ബിൽഡിംഗ്. ദിരാഗു ഇവിടുത്തെ സിമ്മിൻ്റെ പേരാണ് കേട്ടോ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ചിലവരൊക്കെ വാക്കിങ്ങിന് പോകുന്നു. എൻ്റെ അകത്തൂടെ വാക്കിങ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ചൈനക്കാരുടെ പാലം കാണിക്കാം. എൻ്റെ പോലീസ് വണ്ടി കിടക്കുന്നുണ്ട്. പോലീസിൻ്റെ കാർ കിടപ്പുണ്ട്. മാൽദീവ്സിൻ്റെ പാലം സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാൽദീവ്സ് ചൈന പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. കുറേയൊക്കെ ബീച്ച്, ഇവിടെയും കുറേ ആർട്ടിഫിഷ്യൽ ബീച്ചുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊരു മെയിൻ വഴി. ഇതാണ് അതിൻ്റെ സ്മാരകം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് പാലം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ മനോഹരമായ പാലമാണ്. അപ്പുറം ഇത്രയും വാക്കിങ്ങിന് ഉൾപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. എന്തായാലും പാലത്തിൻ്റെ ഭംഗി ഞാൻ കാണിക്കാം. പകുതി എത്തിയുള്ളൂ. നല്ല വളരെ മനോഹരമായ വ്യൂ ആണ്. ഇത് നമ്മൾ നടന്നു വന്ന സ്ഥലങ്ങളാണ്. ഒച്ച കേൾക്കാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം വണ്ടികൾ വളരെ സ്പീഡിലാണ്. വണ്ടികൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുക. പാലത്തിൻ്റെ അറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ സീപ്ലെയിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ബാലിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പുതിയ പാലം വരുന്നുണ്ട്. ഇന്ത്യ ഉണ്ടാക്കുന്ന പാലം വരുന്നുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് ഒരിക്കലും ഞാൻ കാണിക്കാം. വളരെ മനോഹരമായ വ്യൂ ആണ്. വാക്കിംഗ് കണ്ടിന്യൂസ്. ഇക്കരെ വരെ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ എയർപോർട്ടാണ്. ഈ പാലത്തിൻ്റെ എയർപോർട്ട് വാക്കിംഗ് ഇവിടെ വെച്ച് നടക്കുന്ന പരിപാടിയാണ്. 4 കിലോമീറ്റർ വാക്ക് ചെയ്തിരിക്കുകയാണ് റൂമിൽ നിന്ന്. അപ്പോൾ മാലി വ്യൂ.
കാറുണ്ട്